Vienna Malayalam Association representative Mr. Sinish Yanakal, a member sitting the councillor, Ms. Arun Kal Manoharan, our esteemed Dr. Member of Parliament, Dr. Gudrun Tugler, I hope I pronounce it close, and guest speaker, Mr. Peter Florence. Mr. Peter, thank you. Okay. Then Mr. Matthews Tekara, Vienna Malayalam Charity Trust Chairman, Mr. Somi Joseph Jennungara, General Secretary, Swagaman, I think representing, welcome to all of us. Vienna Association ഭാരവാഹികൾ അതുപോലെ ഞങ്ങളുടെ കോമ്പയറിംഗ് ടീം എന്നറിയാം, വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഐ എം സോറി, ഐ വിൽ ബി സ്പീക്കിംഗ് ഇൻ മൈ മദർ ടങ് മലയാളം. This is on this combined with the 50th anniversary of the Malayali Association. 50ാം വാർഷികം ആഘോഷിക്കുന്ന വിയന്ന മലയാളി അസോസിയേഷനിലെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും ഞാൻ ഗോൾഡൻ ജൂബിലിയുടെ സുവർണ ജൂബിലിയുടെ മംഗളാശംസകൾ ആദ്യമായി നേരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഈ ഓണം ആഘോഷിക്കുന്ന അവസരത്തിൽ വാസ്തവത്തിൽ ഈ വർഷം കേരളത്തിൽ കാര്യമായ ഓണാഘോഷങ്ങളില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ വയനാട്ടിലുണ്ടായ വലിയ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിൽ ഒട്ടേറെ സഹോദരന്മാർ മരണപ്പെട്ടു, ഒട്ടേറെ പേർക്ക് അപകടങ്ങൾ സംഭവിച്ചു, ഒട്ടേറെ സഹോദരങ്ങളുടെ വീടും എല്ലാം നഷ്ടപ്പെട്ടു. അവരിന്ന് ഒരു അഭയാർത്ഥികളെ പോലെ കഴിയേണ്ട സാധ്യമായ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെല്ലാം ഒന്നായി സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളെല്ലാവരും രാജ്യം മുഴുവൻ അവരോടൊപ്പമുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടുമുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം. പക്ഷെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നുള്ളതൊരു വികാരമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്ന അവസരമാണ്. ഓണം വരുന്നേ ഉള്ളൂ. ഇനി ഏതായാലും ഒരാഴ്ച ഉണ്ട്. അർത്ഥം ഇല്ലേ, വരുന്നേ ഉള്ളൂ. 10 ദിവസങ്ങളിലായിട്ടാണ് ഓണാഘോഷങ്ങൾ നടക്കുന്നത്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയില്ല. പക്ഷേ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വലിയ ആഘോഷമാണ് സാധാരണ എല്ലാ വർഷവും നടക്കാറ്. ഈ വർഷം ആഘോഷങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിദേശത്തുള്ള പ്രവാസികളായിട്ടുള്ള മലയാളി സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുക. അതുകൊണ്ട് നല്ല കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങൾ, നമ്മളുടെ സംസ്കാരം എല്ലാം അതിലേക്ക് പരിചയപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള ആഘോഷങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യും. ഞാൻ വളരെ ദീർഘമായി ഇതിൽ സംസാരിക്കുന്നില്ല. ഞാൻ വളരെ ചുരുക്കുകയാണ്. ഇവിടുത്തെ ഒട്ടേറെ കലാപരിപാടികൾ ഇനി അരങ്ങേറാനുണ്ട്. അതുപോലെ ഗസ്റ്റ് സ്പീക്കേഴ്സ് ഉണ്ട്, അവരൊക്കെ സംസാരിക്കാനുണ്ട്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് ഞാൻ സംഘാടകരോട് നന്ദി പറയുന്നു. ഓണത്തിൻ്റെ ഈ ഒരു സന്തോഷവും വികാരവുമെല്ലാം ഒരു വർഷക്കാലം നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് എനിക്ക് വിനയപൂർവ്വം ആശംസിക്കാനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, വിയന്നയിൽ ഇവിടെ നിങ്ങൾ വലിയൊരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം പറയുന്നത്, നിങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോസ് തേത്തേക്കലാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, മൂവാറ്റുപുഴക്കാരനാണ്. എൻ്റെ സഹോദരൻ മാത്യൂസ് ചേർന്നൂടെ ഉണ്ട്. അദ്ദേഹം അകാലത്തിൽ പെട്ടെന്നാണ് വിട്ടുപിരിഞ്ഞത്. ആ പാവനമായിട്ട് സ്ഥാനിക്കുന്നതിന് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഒരു സംഗമം തുടങ്ങി ദൂരെ നാട്ടിൽ വന്ന് താമസിക്കുന്ന മലയാളി സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് കൂടാനും നമ്മുടെ തനത് സംസ്കാരവും സന്തോഷവും എല്ലാം പങ്കുവയ്ക്കാനൊക്കെ ഒരു അവസരമാണ് ഇതുപോലുള്ള സംഘടനകൾ വഴി നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ പല സംഘടനകളുണ്ടാകും. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തണമെന്നാണ് എനിക്ക് ഒരിക്കലും സാന്ദർഭികമായി അഭ്യർത്ഥിക്കാൻ പറയാനുള്ളത്. എന്താണെങ്കിലും എല്ലാവർക്കും ഒരു സഹായമാണ്. നാട്ടിൽ ആദ്യമായി വരുന്ന
സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സഹായമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ മലയാളികൾ നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. എല്ലാവരും പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് പോകുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നവർ മടങ്ങിയെത്തും. അതേസമയം ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക, അതുപോലെ ഓസ്ട്രേലിയ, കാനഡയൊക്കെ പോയാൽ എല്ലാവരും തന്നെ അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യുകയാണ് പതിവ്. അങ്ങനെ മലയാളികളുടെ കേരളത്തിൻ്റെ തുരുത്തുകൾ ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും. വിയന്നയിൽ വളരെ ശക്തമായിട്ടൊരു പ്രസൻസ് നമുക്കുണ്ട്. ഒട്ടേറെ സംരംഭങ്ങൾ നമ്മുടെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല സംരംഭകർ ഇതിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മാതൃകയാണ്. കേരളത്തിൽ നിങ്ങൾ നല്ല സംരംഭങ്ങൾ തുടങ്ങണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ലഭിച്ചപ്പോൾ അറിവും അതുപോലെ തന്നെ പരിചയസമ്പത്തുമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രയോജനപ്പെടും. അപ്പോൾ നാട്ടിൽ ബന്ധുക്കളുണ്ട്, സൈനികരുണ്ട്, അവരൊക്കെ ചേർന്ന് ചിലർക്ക് മറക്കാതെ ഒരിക്കലും മറക്കില്ലെന്നില്ല ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും ആധുനികമായിട്ടുള്ള അവയെ വെച്ചുകൊണ്ട് ഓരോ മേഖലയിൽ അല്ലെങ്കിൽ സാധ്യതാ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം എന്നാണ് എനിക്ക് ഇതിലൂടെ അഭ്യർത്ഥിക്കാറുള്ളത്. കേരളം വിയന്ന ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പോയിരുന്നു. വളരെ മനോഹരമാണ് ഓസ്ട്രിയ, അതുപോലെ ഈ വിയന്നയുടെ പരിസരങ്ങൾ, സാൽസ്ബർഗ് തുടങ്ങി കുറേ മേഖലകളിൽ ഞാൻ പോയിരുന്നു. എനിക്ക് അവിടേക്ക് പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഇടുക്കിയും വയനാടുമൊക്കെ. ഞാൻ പ്രതിദാനം ചെയ്തിരുന്ന ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലം പോലെയാണ് മിക്കവാറും എല്ലാ പ്രദേശങ്ങളും. പലകളും കുന്നുകളും കാര്യങ്ങളും അരുവികളും ഒക്കെയായി വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ടൂറിസത്തിന് വലിയ പ്രാധാന്യം തീർച്ചയായിട്ടും ഓസ്ട്രിയ, വിയന്ന മേഖലയിലുണ്ട്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വലിയ സാധ്യതകളാണ്. കേരളം നിങ്ങൾക്കറിയാമല്ലോ, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളത്തിൽ വിശ്വസിപ്പിക്കുന്നത്. ഏതൊരു സ്വന്തം നാട് കേരളത്തിൽ പേരിട്ടില്ല. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണം ടൂറിസം രംഗത്തെ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവൽ, ആ പ്രസിദ്ധീകരണം പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിക്ക് അത് ജീവിതത്തിൽ 50 സ്ഥലങ്ങൾ കണ്ടിരിക്കണം ജീവിതം. അങ്ങനെ 50 സ്ഥലങ്ങളിൽ നമ്മളൊരു വ്യക്തി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ എടുക്കുമ്പോൾ അതിലൊന്ന് കേരളമാണെന്നാണ്. അതാണ് നമുക്ക് ലോകത്തിന് കാഴ്ചവെക്കാൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ടൂറിസം രംഗത്ത് വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ, അല്ലെങ്കിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ടൂർ ഓപ്പറേറ്റേഴ്സ് വഴി നിങ്ങൾ പരിശ്രമിക്കണം. അതുപോലെ നമുക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകളുണ്ടാകും, കൂടുതൽ വരുമാനം ഉണ്ടാകും നമ്മുടെ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ സേവനം തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനുകൂടി നിങ്ങൾ പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് സാമ്പത്തികമായി സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. കൂടുതൽ സമയം എടുക്കുന്ന ശരിയില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾ പൊതുപ്രവർത്തകർ കൂടുതൽ സംസാരിക്കുന്നവരാണ്, നല്ല അക്ഷരമുള്ളത്. അതുകൊണ്ട് ഞാൻ നിർത്തിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇവിടുത്തെ ഭാഷ ജർമ്മൻ ഭാഷയിൽ പറയുന്നത് ഓൾ ബ്ലോക്കൽ ഇർലാൻഡ് ആൻഡ് ഓൾസോ ഫോർ വിഡേഴ്സ്. അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു, എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഓണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ 50ാം വാർഷിക ആഘോഷത്തിൻ്റെയും ഗോൾഡൻ ജൂബിലിയുടെയും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എല്ലാവരും ഈശ്വരാനുഗ്രഹവും എന്നതും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ പരിപാടി വളരെ വിജയകരമായി സംഘടിപ്പിച്ച പ്രസിഡന്റ് ശ്രീ സുനീഷിനെയും സംഘത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ലിൻഡോ ആണ് എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചു വന്ന് ലിൻഡോയ്ക്കുൾ ഞാൻ അതേപോലൊപ്പമാണ് താമസിക്കുന്നത്. എല്ലാവരെയും എല്ലാ ഭാരവാഹികളെയും പ്രത്യേകം അനുമോദിക്കുകയും അവർക്ക് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വിജയവും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. Thank you, sir. So please stay back. ആദ്യം please stay back. ഒരു ചെറിയ ചടങ്ങ് കൂടി. അവരിതൊക്കെ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞു 1-2 വാർത്തകളുള്ളവരെ വലിയ കൈഡി കൊടുക്കുന്നത്. Now നമ്മുടെ മാഗസിന്റെ ലോഞ്ചാണ്. നമ്മുടെ മാഗസിന്റെ ഏറ്റവും തന്നെ Yes, let's give a loud round of applause to our editor Rajan Kulurtottikal and President Suresh Udiyadikal, and also the editorial board members Matthew Skirkengara and Paul Wanekal. All right.
പറഞ്ഞില്ല നമ്മുടെ ഒരു കാലഘട്ടത്തിന്റെ ഡോക്യുമെന്റ് ആയിട്ട് പിന്നീട് മാറുന്ന മാഗസിനാണ്. ആ മാഗസിന്റെ ലോഞ്ച് ആണ് നടക്കുന്നത്. അത് 50 വർഷത്തിന്റെ ഈ ഒരു മാഗസിൻ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു സൂര്യർ തന്നെയാണ്. ഓരോരുത്തർക്കും കയ്യിൽ വയ്ക്കുന്ന സൂര്യനാണ്. മലയാളിയുടെ കഴിഞ്ഞ 50 വർഷമാണ് ഇതിന്റെ ഡോക്യുമെന്റ്. Please, can we have the magazine come out, please? Can you bring it over? Yeah. A big round of applause. We're going to unveil the magazine. ബഹുമാനപ്പെട്ട MP Francis George sir, he's going to unveil, sir, the magazine of VMA, 50 years in completion.